ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ രഹസ്യ അവതാരത്തെക്കുറിച്ചാണ്. ഈ ഒരു അവതാരത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. മറ്റേത് ദേവീദേവന്മാരെക്കാളും 6 ഗുണങ്ങൾ കൂടുതൽ അളവിൽ ഉള്ളത് ശ്രീ ഗുരുവായൂരപ്പനിലാണ്. 6 ഗുണങ്ങൾ എന്നാൽ ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. യോഗികൾ പ്രാണവായുവിനെ പോലും നിയന്ത്രിച്ച് ഹൃദയത്തിൽ ഭഗവാനെ പരമാത്മാരൂപത്തിൽ അറിയുന്നു. എന്നാൽ ഭക്തര് ശ്രീകൃഷ്ണ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായി തിരിച്ചറിയുന്നു. ഇതിനെയാണ് ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമല്ല, എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ് എന്ന് ഭാഗവതത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ശ്രീ ജയദേവ കവികളുടെ അഷ്ടപദിയിലെ ദശാവതാര സ്തോത്രങ്ങളിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമല്ല എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമല്ല എന്ന് ബ്രഹ്മസംഹിതയിലും പറയുന്നുണ്ട്. ആ ശ്ലോകം ഞാൻ പറയാം. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിൻ ഗോവിന്ദ സർവകാരണ കാരണം. ഇതേ ആദിപുരുഷനായ ശ്രീകൃഷ്ണനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അല്ലാതെ ഗുരുവായൂരപ്പൻ മഹാവിഷ്ണുവുമല്ല, വിഷ്ണുവിൻ്റെ അവതാരവുമല്ല. സർവ വിഷ്ണു രൂപങ്ങളുടെയും സ്രോതസ്സായ ആദിപുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഗുരുവായൂരിൽ ഇരിക്കുന്നത്. ഇതേ ഗുരുവായൂരപ്പൻ്റെ ശക്തിയാണ് രാധാറാണി. ആദിപരാശക്തിയായ രാധാറാണി എല്ലാ ദേവീഭാവങ്ങളുടെയും ഉത്ഭവസ്ഥാനമാണ്. ഗുരുവായൂരപ്പൻ നിത്യവും വസിക്കുന്ന ഗോലോകത്തേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഒരു വഴി തുറന്നു നൽകാനായി ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനായി 500 വർഷങ്ങൾക്ക് മുമ്പേ നവദ്വീപ് എന്ന പശ്ചിമ ഭാരത പ്രദേശത്ത് അവതരിച്ചിരിക്കുകയാണ്. അതാണ് സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അവതാരമായ ചൈതന്യ മഹാപ്രഭു. ഇതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. 11 സ്കന്ധം 5-ാധ്യായ ശ്ലോകം 32. കൃഷ്ണവർണം തിഷാകൃഷ്ണം സാംഘോപാംഗസ്തപാർഷദം യജ്ഞൈഃ സങ്കീർത്തനപ്രായൈഃ യജന്തേഃ സുമേധസ. ഭഗവാൻ ഭക്തനായി അവതരിച്ചപ്പോൾ ഭഗവാന്റെ തന്നെ ശക്തിയും ഭക്തയുമായ രാധാറാണിയുടെ ഭക്തിയെ സ്വീകരിച്ചാണ് ഈ ലോകത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഈ അവതാരത്തിൽ ഭഗവാൻ കാർമുകിൽ നിറം മാറ്റി രാധാറാണിയുടെ സുവർണ്ണ നിറത്തെ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ സാക്ഷാത് ഗുരുവായൂരപ്പൻ തന്നെ ശ്രീ ചൈതന്യപ്രഭുവായി അവതരിച്ച് എല്ലാ ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകി പരമാനന്ദ വൈകുണ്ഠമായ ഗോലോക പ്രവേശം നമുക്ക് നൽകിയിരിക്കുന്നു. രാധേ കൃഷ്ണ. ഇനി വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.